ശ്രീകോവിലിൽ നിന്ന് ദീപാരാധന കണ്ട് ഇറങ്ങുന്ന അയ്യപ്പ ഭക്തർ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ സർവാഭരണ വിഭൂഷിതനെ കണ്ട് കരഞ്ഞുകൊണ്ട്, അത് ആ തേജസ് കണ്ണിൽ തെളിയുമ്പോൾ, ആ തേജസ് കണ്ണിൽ തെളിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും പറ്റാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു. അല്പസമയം മുമ്പ് പൊന്നമ്പലമേട്ടിൽ ദിവ്യ ജ്യോതിസ് തെളിഞ്ഞപ്പോൾ, ആ മകരവിളക്ക് തെളിഞ്ഞപ്പോൾ എന്തൊരു ശരണം വിളിയാണ് ഈ സന്നിധാനത്ത് നിന്ന് ഉയർന്നത്. സന്നിധാനത്ത് നിന്ന് മാത്രമല്ല, മേലെ പാണ്ഡിത്താവളത്ത് നിന്നും അങ്ങ് ശബരീശ സന്നിധിയിലെ എല്ലാ മലമടക്കുകളിൽ നിന്നും ശരണം വിളികൾ. അത്രത്തോളം ഈ ശബരീശ സന്നിധിയെ വാനോളം എടുത്തുയർത്തുന്ന ശരണമന്ത്രങ്ങളോടെയാണ് ആ മകരവിളക്കിനെ ഭക്തർ എതിരേറ്റത്. കൂപ്പുകൈ ആകാശത്തേക്ക് ഉയർത്തി കണ്ണുകളെല്ലാം പൊന്നമ്പലമേട്ടിലേക്ക് നട്ടുവെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അത് കറക്റ്റ് ആവുക, ആ വാക്ക് കൃത്യമാവുക. പ്രിയമുള്ള അയ്യപ്പ, ഇവിടുത്തെ ഉത്സവം തുടങ്ങുകയാണ്. ആ സമയത്ത് എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഭക്തിയുടെ പാരമ്പര്യമാണ് ഉണ്ടായതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നിറ കണ്ണുകളോടെ എല്ലാവരും അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ സാധാരണ ചിലപ്പോഴൊക്കെ ഒരു ആദ്യത്തെ ആ പ്രഭ ഒരു പക്ഷേ എല്ലാവർക്കും കാണാൻ കഴിയണമെന്നില്ല, ഒന്നും ഇനി അങ്ങ് മറയുകയാണ് സാധാരണഗതിയിൽ. ഇന്നിപ്പോൾ ആദ്യത്തെ പ്രഭ തന്നെ ഒരല്പനേരം ഇങ്ങനെ അതിങ്ങനെ ഒരു പ്രത്യക്ഷമായി ഇങ്ങനെ നിന്നു. അതിനുശേഷം എല്ലാ പ്രഭകളും, രണ്ടും മൂന്നും പ്രഭകളും പ്രകൃതി നമുക്ക് സമ്മാനിച്ചതാണ്. കാര്യം പ്രകൃതി അവിടെ പൂർണ്ണമായും ഇരുട്ടാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് ആദ്യം മിന്നി മറയാറുണ്ട് സാധാരണ, പക്ഷെ മിന്നി മറയുകയല്ല, ഒരു 5-10 സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ലേ, മഴക്കാറുകളെയൊക്കെ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള കാറ്റ് മാറ്റി നിർത്തി അയ്യപ്പസ്വാമിയുടെ തിരുദീപാരാധന ഇവിടെ നടക്കാനുണ്ട്. മേഘങ്ങളെ നിങ്ങൾ മാറിപ്പോകുവിൻ, പടിഞ്ഞാറോട്ട് പോകുവിൻ, പിന്നീട് വരാം. കുറച്ച് ഭക്തർ അവരുടെ ഭക്തിയുമായി അയ്യപ്പനെ കാത്തു നിൽക്കുന്ന, അയ്യപ്പന്റെ ആ പ്രധാന ആ മലപ്പാടുകൾക്ക് മുകളിലുള്ള ആ ദീപാരാധന കാണാൻ വേണ്ടി ഭക്തസഹസ്രങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് മലദൈവം ജ്യോതിസാണ്, അതവർക്ക് അയ്യപ്പ സ്വരൂപമാണ്, അത് ദീപാരാധനയാണ്, അത് മകരവിളക്കാണ്, അത് മകര സംക്രമ ദിവസത്തിൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അയ്യപ്പ സ്വാമിയായിട്ട് തന്നെ അവർ അതിനെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എന്തിനു കുറ്റം പറയണം? ഇതെന്തൊരു ആനന്ദ നിമിഷമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു ആത്മീയവാദിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിർവൃതി, ആനന്ദദായകമായ നിർവൃതി അവർക്ക് ലഭിക്കേണ്ടത് ഇത്തരം സമയങ്ങളിലാണ്. അതിനുവേണ്ടിയാണ് ഓരോ ഭക്തന്മാരും കാത്തിരുന്നത്. കാര്യം ഇനിയുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് തിരുവാഭരണം ചാർത്തി നിൽക്കുന്ന, ആടയാഭരണങ്ങൾ ചാർത്തി നിൽക്കുന്ന യോദ്ധാവിനെ പോലെയുള്ള അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയാണ്. അവരുടെ ഇഷ്ടതോഴനായിട്ടുള്ള, ഇഷ്ടദേവനായിട്ടുള്ള, പുലിവാഹനായിട്ടുള്ള, വാജിവാഹനായിട്ടുള്ള, യോദ്ധാവായിട്ടുള്ള അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയാണ് അവർക്ക് പരസ്പരം ആ സമയത്തൊന്നും മിന്നായ പോലെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ അവർക്ക് അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ കണ്ട് മടങ്ങിപ്പോകുമ്പോൾ, ഈ ദിവ്യപ്രയോഗം കണ്ട് മടങ്ങിപ്പോകുമ്പോൾ, ഇനിയുള്ള ഓരോ വർഷവും എന്ന് പറയുന്നത്, ഒരു വർഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസുലഭമായിട്ടുള്ള വർഷമാണ് എന്ന് കരുതുന്നവരാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ഭക്തന്മാരും. താഴെ തിരുമുറ്റത്ത് 18-ാം പടിക്ക് താഴെ അയ്യപ്പ സ്വാമിമാരുടെ വലിയ നിര നീണ്ടു കഴിഞ്ഞു. അവരെ എപ്പോൾ തുറന്നുവിടും, എപ്പോൾ 18-ാം പടി ചവിട്ടി കയറാൻ അനുവദിക്കും എന്ന് കാത്തു നിൽക്കുകയാണ്. അതിൽ കൂടുതലും പന്തളത്ത് നിന്ന് തിരുവാഭരണത്തിന് അകമ്പടിയായി 83 കിലോമീറ്ററോളം മണ്ണും വിണ്ണും കാടും നദികളും താണ്ടി എത്തിയ അയ്യപ്പ ഭക്തരാണ്.